അമേരിക്കക്ക് നേരെയുള്ള ഇറാന്റെ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം ആ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് 48 മണിക്കൂറിനുള്ളിൽ തിരിച്ചടി ഉണ്ടാകും. അതും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടതിന് ശേഷമായിരിക്കും തിരിച്ചടി എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പറഞ്ഞതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംഭാഷണം നടത്തിയതിനു ശേഷമാണ് ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസാണ് ഖത്തറിലെ അദൈദിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് കുവൈത്തിലുള്ള എയർബേസ് ആണ്. ഈ രണ്ട് എയർബേസുകൾക്ക് നേരെയും അതിശക്തമായ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു സാധാരണ മിസൈൽ ആക്രമണമായിട്ടാണ് ഇതിന്റെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ പ്രതിരോധിക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം എത്ര മിസൈലുകളാണ് ലക്ഷ്യത്തിൽ പതിച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമല്ല. ഈ മിസൈലുകൾ ഒരുപക്ഷെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ എൻഗേജ് ആക്കാനുള്ള മിസൈലുകളാണോ എന്ന കാര്യം വ്യക്തമല്ല. അതായത് ഇസ്രയേലിലേക്ക് എത്തേണ്ട ദൂരമൊന്നും ഖത്തറിലേക്കോ അല്ലെങ്കിൽ ഈ കുവൈത്തിലേക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ ദീർഘദൂരം മിസൈലുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഒരുപക്ഷെ സാധാരണ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ പാട്രിയറ്റ് സംവിധാനങ്ങൾ അതുപോലെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ എൻഗേജ് ആക്കലാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല. എന്തായാലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെല്ലാം മിസൈലുകൾ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന കാര്യമൊന്നും അത്ര വ്യക്തമല്ല. എന്തായിരുന്നാലും ഇറാൻ ഈ അമേരിക്കക്ക് നേരെ തിരിച്ചടി നടത്തിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖത്തറിലെ കുവൈത്തിലെ എയർബേസുകൾക്ക് നേരെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു രാഷ്ട്രത്തിലും തിരിച്ചടി ഉണ്ടാകുന്നത്. ആ തിരിച്ചടി യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച പോലെ ഇറാനിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഖത്തറിന്റെയും കുവൈത്തിന്റെയും ഉള്ളിലുള്ള എയർബേസ് ആയതുകൊണ്ട് ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്നറിയില്ല. ഒരുപക്ഷെ ഖത്തറിനുള്ളിലുള്ള ഒരു എയർബേസ് ആയതുകൊണ്ട് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇറാനെതിരെ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അത്തരം ഒരു നീക്കം ഖത്തറിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും ഇറാന്റെ തീരുമാനങ്ങൾ അത് ദൃഢമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡിന്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നെതന്യാഹുവിനെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അത് അല്പം വൈകിയാണെങ്കിലും അത് സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ്. അതേസമയം ഇന്ന് അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാനിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരുടെ റിപ്പബ്ലിക് ഗാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള സൈനിക സംവിധാനങ്ങളെ മുഴുവൻ ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അമേരിക്കക്കെതിരെ വരാവുന്ന ഒരു തിരിച്ചടിയിൽ നിന്നും ഇറാന്റെ സൈനികരെ എൻഗേജ് ആക്കലാണ്, ഒരു മുൻകൂർ ആക്രമണം നടത്തിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ന് ഇസ്രയേലിന്റെ F-35 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനവും കൂടെ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതാണ് കാണുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക ഈ ഇറാന്റെ തിരിച്ചടിക്ക് എതിരെ പ്രതികരിക്കുകയാണെങ്കിൽ അത് കടലിലേക്ക് കടക്കും. യുദ്ധം ഹോർമുസ് കടലിടുക്ക് അടക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ രൂപത്തിലുള്ള നാവിക സേനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിക്കും. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും അതുപോലെ ബന്ദർ അബ്ബാസ് എന്നറിയപ്പെടുന്ന ഇറാന്റെ പ്രധാനപ്പെട്ട നാവിക സേനയുടെ ആസ്ഥാനമാണ്. ഈ ആസ്ഥാനത്തിലേക്ക് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും യുദ്ധം ഇപ്പോൾ പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.